ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹാൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് മൊത്തം എത്നിക് വെയർ കളക്ഷൻസ്, ഫെസ്റ്റിവൽസ്, ഒക്കേഷൻസ്, അങ്ങനെ മുന്നോട്ട് ഇങ്ങനെ എന്താ പറയാ, ക്രിസ്മസ്, ന്യൂ ഇയർ, അങ്ങനെ പിന്നെ ഫെസ്റ്റിവൽസോട് ഫെസ്റ്റിവൽ. നോർത്ത് സൈഡിലാണെങ്കിൽ പിന്നെ പറയേണ്ട, ആഘോഷം കൊണ്ട് ആഘോഷമാണ്. ദീപാവലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരാൻ പോണത്. അപ്പോൾ അതിലേക്ക് പറ്റിയിട്ടുള്ള കുറെ കളക്ഷൻസ് ആണ് നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത്ര വലിയ റേഞ്ചിന്റെ അല്ല, എഫോർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളതും ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ചിരിക്കുന്നത് ഒക്കെ ആമസോണിൽ നിന്നാണ്. പിന്നെ ഞാൻ ഷെൽമി. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഇതൊരു 3 പീസിന്റെ ഒരു സെറ്റാണ്, കലോസിയ ബ്രാൻഡിന്റെ. കലോസിയ ബ്രാൻഡിന്റെ ഇപ്പം നല്ല നല്ല കളക്ഷൻസ്, അതും റേറ്റ് കുറവിന്. ഇതൊക്കെ ജസ്റ്റ് 600 ആ ഒരു റേഞ്ചിന് 3 പീസിന്റെ, അതും കോട്ടണിലാണ് ഇത് കിട്ടിയിരിക്കുന്നത്. പ്യുവർ കോട്ടൺ എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും കോട്ടന്റെ ആണ്. എന്നാലും കുഴപ്പമില്ല, എന്താ പറയാ, മെറ്റീരിയൽ വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വലിയ ലോക്കൽ അല്ല, ആ റേറ്റിനുള്ളതുണ്ട്. ആ റേറ്റിനല്ല, 1000ന്റെ മതിപ്പ് നമുക്ക് 600 രൂപയ്ക്ക് കിട്ടില്ല ആ ഒരു സംഭവം. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെറ്റീരിയൽ കോട്ടൺ ആണ്, വീനക്ക് പോലെ ഫീൽ ചെയ്യും. ആ വീനക്ക് തന്നെയാണല്ലോ. ഇതിലെ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് ചെറിയൊരു ഫ്രില്ലിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ടമ്മി ഹൈഡ് ചെയ്യാനായിട്ട് സപ്പോർട്ടാണ്. പിന്നെ സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 3/4 ആണ് സ്ലീവ്, പാച്ചിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പാന്റ് ഒരു സിഗ്സാക്ക് ടൈപ്പ് ആയിട്ടുള്ള ഒരു പാന്റ്, കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ്. പോക്കറ്റ് ഇല്ല കേട്ടോ. പോക്കറ്റ് കൂടി ആയി കഴിഞ്ഞാൽ കാശ് പിന്നീട് കൂടുമല്ലോ. അപ്പൊ പോക്കറ്റ് ഇല്ല. പിന്നെ ഇതിന് കൂടെ ദുപ്പട്ട, നല്ല വലിയ ദുപ്പട്ടയാണ്, കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഇതാ, അപ്പൊ മൽ കോട്ടന്റെ മെറ്റീരിയൽ ആണ്. അപ്പൊ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സൈസ് പെർഫെക്റ്റ് സൈസ് ആണ്. ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല. അതുപോലെ ലാർജ് സൈസ് ഒക്കെ മൊത്തത്തിൽ അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കലോസിയ ബ്രാൻഡിന്റെ, നിയാസ ബ്രാൻഡിന്റെ 3 പീസിന്റെ കുർത്തി സെറ്റ് ആണ് കേട്ടോ. ഇത് ആദ്യം റേഞ്ച് ഒന്നുമില്ല, 1000ന്റെ ഉള്ളിലുള്ള റേഞ്ചിലാണ് വരുന്നത്. ഇനി കളക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡ്, പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഫിറ്റ് ആണ് ടോപ്പ്. അതുപോലെ യോക്കിൽ വരുന്നത് എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. അപ്പൊ അതൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ് വന്നിരിക്കുന്നത്. ബാക്കി ഓവറോൾ പ്ലെയിൻ റയോൺ മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ പെയർ ചെയ്യാനായിട്ടുള്ള പാന്റിൽ 1 സൈഡ് പോക്കറ്റോ 2 സൈഡ് പോക്കറ്റോ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു പാന്റ് ആണ് വരുന്നത്. അതും റയോൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ദുപ്പട്ട തന്നെയാണ്. ദുപ്പട്ട ഓർഗൻസയില് ഇങ്ങനെ ഫുൾ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് സൈഡിൽ ഇങ്ങനെ സമോസ ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. വിഡ്ത്ത് കുറവാണെങ്കിലും ലെങ്ത് ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഇതാ, അത്രയ്ക്ക് വേണ്ടോ, നമ്മുടെ ആ ഒരു കൈൻ്റെ അത്രയ്ക്കുള്ള ആ ഒരു വിടുത്ത വേണ്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത്. സൈസ് വരുന്നത് ലാർജ് ആണ്. ഇതില് XL സൈസ് വരെയൊക്കെ അങ്ങോട്ട് ഉള്ളൂ കേട്ടോ. അത് സ്മോൾ തൊട്ടിട്ട് കാണിക്കുന്നുണ്ട്, ചില സമയത്ത് കൂടിയും കുറഞ്ഞിരിക്കും. എന്തായാലും 1000ന്റെ താഴെയാണ് കേട്ടോ ഇപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. നിയാസ ബ്രാൻഡ് ഗോസറിക്ക് ബ്രാൻഡിന്റെ 3 പീസിന്റെ കുർത്തി സെറ്റ് ആണ് കേട്ടോ. അപ്പൊ ടോപ്പ് ഇതൊരു അനാർക്കലി സ്റ്റൈലിലാണ് വരുന്നത്. ഇനി ഇതിന്റെ ടോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അനാർക്കലി, ഒരു സെമി അനാർക്കലി, അങ്ങനെ ഫുൾ ഫ്ലയർ എന്നൊന്നും പറയാനില്ല. സെമി അനാർക്കലിയിൽ അതിൽ യോക്കിൽ ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക്, അതിൽ ഗുട്ടപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു ബ്ലാക്കില് പ്രിന്റ് വന്നിട്ടുള്ളതാണ്. ഈ പ്രിന്റ് വാഷ് ചെയ്ത് അങ്ങനെ പോവില്ല. പിന്നെ റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. 3/4 ആണ് ഇതിന്റെ സ്ലീവ് പോർഷനിലും അത് തന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, സെയിം ആ തുണിയുടെ പ്രിന്റോട് കൂടിയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഓവറോൾ ഇത് കുറച്ച് ലൂസാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. ഈ ഷോൾഡർ കൊണ്ട് പെർഫെക്റ്റ് ആണ്, പക്ഷേ ഈ ഇവിടെ കൊണ്ട് ഭയങ്കര ലൂസാണ്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും. പിന്നെ ഫ്ലയർ നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ എന്ന് വെച്ചാൽ ഫുൾ ഫ്ലയറോട് കൂടിയിട്ടല്ല, ഇത്രയ്ക്ക് ഫ്ലയർ വരുന്നുണ്ട്. ഒരു 4 കലി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, 3 കളി. അപ്പൊ 6ന്റെ പാനലാണ് വരുന്നത്. അപ്പൊ അത് കൂടാണ്ട് ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാന്റ് പലാസോ ആണ് കേട്ടോ അത് വരുന്നത്. അപ്പൊ ഓവറോൾ 3 പീസിന്റെ ഒരു സെറ്റ്. ഇതിന് സെയിലുള്ള സമയത്ത് ഞാൻ മേടിച്ചപ്പോൾ 900 ആ ഒരു റേഞ്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ റയോൺ മെറ്റീരിയൽ, ലാർജ് ആണ് സൈസ്. ഗോസറിക്ക് ബ്രാൻഡ്, നിയാസ ബ്രാൻഡിന്റെ തന്നെയാണ് കേട്ടോ. 3 പീസിന്റെ സെറ്റ് ആണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതിന്റെ കളർ തന്നെയാണ് കോൺട്രാസ്റ്റിൽ വരുന്ന ബ്ലൂ ഷെയ്ഡിൽ തന്നെ, ഒരു ലെവൻഡർ ഷെയ്ഡിൽ തന്നെ ഡാർക്ക് ലൈറ്റ് ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഓവറോൾ ഇതിന്റെ ലുക്ക് വൈസ് കണ്ടിട്ടാണ് എടുത്തത്. അത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ടോപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ഫിറ്റ് ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് കൂടി വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് പെർഫെക്റ്റ് ഫിറ്റ് ആണ്, ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സൈസ്. ഇതിന് യോക്ക് നോക്കുകയാണെങ്കിൽ വീനക്ക്, ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ വീനക്ക് എന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടി ഇങ്ങനെ ഹൈ ആയിട്ടുള്ള ഒരു വീനക്ക് ടൈപ്പാണ്. മറ്റേ വീനക്കാണ് ശരിക്കും ട്രെൻഡ്, പക്ഷെ ഇതും കുഴപ്പമില്ല, ഇതും ഒരു വീനക്ക് തന്നെ. ഇതിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3
3/4 ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. സ്ലീവിന്റെ എൻഡിലും സ്ലീവ് ആ ഒരു സെയിം നെക്കിന്റെ ഡീറ്റെയിലിംഗ് തന്നെയാണ് കേട്ടോ ഓവറോൾ കൊടുത്തിരിക്കുന്നത്. ബാക്കി അടിയിലും ഈ ഒരു ദാമിന്റെ പോർഷനിലും വർക്ക് വന്നിട്ടുണ്ട്. സെയിം ആ ഒരു വർക്ക് തന്നെ, ഒരു സട്ടൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് സിൽവറിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാന്റിന്റെ എൻഡിലും സെയിം സ്ലീവിൽ കൊടുത്തിരിക്കുന്ന വർക്ക് തന്നെയാണ് പാന്റിന്റെ എൻഡിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ദുപ്പട്ടയുടെ കളർ ആ ഒരു കോൺട്രാസ്റ്റ് വന്നപ്പോഴാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. വെച്ചാൽ ലെവൻഡർ ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടമാണ്, അതിന്റെ കൂടെ ആ ഒരു ദുപ്പട്ട, ലഹരിയ ദുപ്പട്ട, അതിന്റെ സൈഡിൽ ഫുൾ ഇങ്ങനെ എംബ്രോയിഡറിയും സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൂടെ ഉണ്ട്. നല്ല വലുപ്പത്തിലുണ്ട് കേട്ടോ ഈ ഒരു ദുപ്പട്ട വരുന്നത്. എന്തായാലും ഇതിന്റെ റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ, ടോപ്പും ബോട്ടം റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ലാർജ് ആണ് സൈസ്. നിയാസ ബ്രാൻഡ്, ഇതൊരു 800 സംതിങ് എന്ന് വെച്ചാൽ 1000ന്റെ ഉള്ളിലുള്ള കളക്ഷൻ ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത് നിയാസ ബ്രാൻഡിന്റെ കേട്ടോ. അപ്പൊ ലാർജ് സൈസ് സ്കൈലി ബ്രാൻഡിന്റെ 3 പീസിന്റെ നല്ല അടിപൊളി പാനൽ വർക്കോട് കൂടിയിട്ടാണ്. അനാർക്കലി സ്റ്റൈലാണ്. അപ്പൊ അനാർക്കലി എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ഈ ഒരു യോക്ക് കഴിഞ്ഞിട്ടുള്ള പോർഷനിലാണല്ലോ പാനൽ വരുന്നത്. ഇത് ഷോൾഡറോട് കൂടിയിട്ടുള്ള ഒരു പാനൽ വർക്കാണ് വരുന്നത്. ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് കേട്ടോ. പിന്നെ ഇതിൽ നടുക്കിക്കൂടെ ഇങ്ങനെ ഒരു കോഡിങ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പോയിട്ടുണ്ട്. നെക്ക് പോർഷനും ചെറുതായിട്ടൊരു വർക്ക്, ചെറിയൊരു കട്ടും കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ സ്ലീവ് 3/4 ആസ് യൂഷ്വൽ സ്ലീവിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം വർക്ക് തന്നെ പാന്റിന്റെ അടിയിലത്തെ പോർഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെയിം വിചിത്ര തന്നെയാണ് വരുന്നത്. അപ്പൊ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ വിചിത്ര, പക്ഷെ അവര് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന റയോൺ ചന്ദേരി എന്നാണ്. റയോൺ ചന്ദേരി അല്ല, ഇത് വിചിത്ര മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. ഓവറോൾ ടോപ്പ് ബോട്ടം അതുപോലെ തന്നെ ഈ ഒരു ദുപ്പട്ടൊക്കെ നല്ല വലുപ്പത്തിലാണ്. അതുപോലെ തന്നെ അതിന്റെ ഉള്ളിൽ ചെറിയ എംബ്രോയിഡറിയും സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിങ്ങും സൈഡിൽ ഇങ്ങനെ ഒരു കോഡിങ്ങും സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സെയിം മൂന്നും ഒരു ഒറ്റ സിംഗിൾ മെറ്റീരിയൽ തന്നെയാണ്. സ്കൈ ലീ ബ്രാൻഡ്, അത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. കുഴപ്പമില്ല കേട്ടോ, നല്ല ബ്രാൻഡ് വൈസ് നോക്കുമ്പോൾ. ഇനിയിപ്പോൾ ലുക്ക് പിന്നെ നിങ്ങളുടെ മുന്നിൽ കാണാമല്ലോ. ലാർജ് ആണ് കേട്ടോ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. എങ്ങനെ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ ഇതുപോലത്തെ എന്തെങ്കിലും ഈ മോഡലിൽ വേറെ കളർ ചേഞ്ചസ് ഒക്കെ വേണമെന്ന് പറയുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ മോഡലിൽ തന്നെ നമുക്ക് സജഷനിൽ കുറേ വേറെ അവർ കാണിക്കുന്നതായിരിക്കും, ആമസോൺകാർ കേട്ടോ. അപ്പൊ ആ ലിങ്കിൽ കയറി പോയാൽ മാത്രമാണ് ആ മോഡൽ നമ്മൾ അതിലേക്ക് ആമസോണിൽ ഇട്ട് കൊടുത്താൽ മാത്രമാണ് അവരുടെ സജഷനിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന സിംഗിൾ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ളതും കൊടുത്തിട്ടുണ്ട്. ഏതിൽ ക്ലിക്ക് ചെയ്താലും പോണത് ആമസോൺ സൈറ്റിലേക്ക് തന്നെയാണ്. പിന്നെ ആസ് യൂഷ്വൽ ആമസോണിൽ നിന്ന് എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.